പുടിൻ ട്രംപിനെ മിസൈലുകൾ കൊണ്ട് വിരട്ടി കുഴപ്പത്തിലാക്കിയപ്പോൾ ഇറാൻ തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിക്കുകയാണ്. രണ്ട് ശ്രദ്ധേയ പ്രസ്താവനകളാണ് ഇറാൻ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന്, അമേരിക്കയുമായി ഉടൻ ഒരു ചർച്ചയുമില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണിത്. അത് അരാക്ചി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത് പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റേതാണ്. ആണവ കേന്ദ്രങ്ങൾ പഴയതിലും ശക്തിയായി പുനർനിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടായത് ഇസ്രയേലിനെ ശക്തമായി വിമർശിച്ച് ഒമാൻ രംഗത്തെത്തി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ദീർഘദൂര ക്രൂയിസ് മിസൈലായ ടോമോഹോക്ക് യുക്രൈന് ഇപ്പോൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് വാക്കുമാറ്റി. അതും പുടിന്റെ ആണവ പോർമുനയുള്ള ആയുധങ്ങളുടെ പരീക്ഷണത്തിന്റെ ബാക്കി പത്രമാണെന്ന് നമുക്ക് പറയാം. അതായത് ഇറാനും റഷ്യയും കൂടുതൽ കരുത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് നോക്കിക്കാണാം. പശ്ചിമേഷ്യയിലും റഷ്യയിലുമായി ഉരുത്തിരിയുന്ന പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ.